നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൈദ്യൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ദുർനിമിത്തമാണോ? അതായത് ഒരു രോഗി വൈദ്യനെ കാണാൻ വരുമ്പോൾ വൈദ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഴമക്കാർ പറയുമായിരുന്നു, ആ രോഗം സുഖപ്പെടില്ല, അല്ലെങ്കിൽ ആ രോഗിക്ക് ഇനി ആയുസ്സില്ല, അല്ലെങ്കിൽ ആ രോഗി മരിച്ചു പോകുന്നു. പണ്ടൊക്കെ ഈ അസുഖം പറഞ്ഞു വരുന്ന ആളുകളെ ദൂതനായിട്ടാണ് കരുതാറ്. അപ്പോൾ ഈ ദൂതലക്ഷണപ്രകാരം വൈദ്യൻ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ലക്ഷണം പറയുന്നത്. അല്ലെങ്കിൽ രോഗിയുടെ ആൾക്കാർ വരുമ്പോൾ, ദൂതുമായിട്ട് വരുമ്പോൾ വൈദ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് പറയാറുണ്ട്, രാജാവ് വന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേൽക്കരുതെന്ന് ഒരു കാര്യം. മാത്രമല്ല, ബഹുമാനം ആവാം, പക്ഷെ അത് ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ട എന്നാണ് ചൊല്ല്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാറില്ല, വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കില്ല, ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നു. മാത്രമല്ല, ആരെങ്കിലും ബഹുമാനിക്കേണ്ടവർ പോലും വന്നാൽ പോലും എഴുന്നേൽക്കാറില്ല. അപ്പോൾ അതൊക്കെ താമസം. നമുക്ക് ഒരാൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ ഇങ്ങേര് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷമാണ് ആ കാര്യം കേൾക്കുന്നത്. ഇപ്പം നമ്മൾ പല സ്ഥലത്തും അസുഖമായിട്ടിപ്പോൾ ആധുനികതയിൽ തന്നെ രോഗിയുമായിട്ട് വരുമ്പോൾ ഡോക്ടർമാർ പറയും, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ ഈ രോഗിയെ രക്ഷിക്കാമായിരുന്നു. ചിലപ്പോൾ വണ്ടി കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ രോഗവിവരം ആളുകളോട് കൂടെയുള്ളവരോട് പറയാത്തതുകൊണ്ടോ എന്തായാലും സമയം വഴുകി എന്ന് പറയാറുണ്ട്. ആ രോഗി മരിച്ചു പോകാറുണ്ട്. അതിൻ്റെ അതേ അർത്ഥമാണ് പണ്ട് കാലങ്ങളിൽ വൈദ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ വൈദ്യന്മാർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം രോഗവിവരം പറയാൻ. അത് കഴിഞ്ഞ് കൈ കഴുകി വരുമ്പോഴേക്കൊക്കെ ഈ രോഗി അത്യാസന്ന നിലയിലാണെങ്കിൽ അദ്ദേഹം അങ്ങ് മരിച്ചു പോകും. അതിനാണ് വൈദ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദുർനിമിത്തമാണെന്ന് പറയുന്നത്. അല്ലാതെ വൈദ്യന് ഭക്ഷണ സമയത്ത് കഴിക്കാതിരിക്കാൻ പറ്റില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമയത്ത്, രോഗിയാണെങ്കിൽ സമയത്ത് രോഗവിവരം വൈദ്യരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ശകുനത്തിനോ അല്ലെങ്കിൽ വരുന്ന ആൾക്കോ ഒരു കയ്യുമില്ല. അതാണ് വൈദ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദുർനിമിത്തമാണ്. രോഗം വന്ന് പറയുന്ന ആൾക്ക് ആയുസ് കിട്ടില്ല, അല്ലെങ്കിൽ രോഗി രക്ഷപ്പെടില്ല എന്ന് പറയുന്നതിൻ്റെ സതുദ്ദേശം. നന്ദി, നമസ്കാരം.